സ്പേസ് ചാനലിൻ്റെ ചലോ ബെത്ലഹേം പരിപാടിയുടെ ഭാഗമായിട്ടുള്ള 4ാമത്തെ എപ്പിസോഡാണ്. 4ാമത്തെ എപ്പിസോഡിൽ നമുക്കൊപ്പമുള്ളത് ബെത്ലഹേമിലെ ആട്ടിടയന്മാരാണ്. ബെത്ലഹേമിലെ പുൽക്കൂട് സന്ദർശിച്ച ആട്ടിടയന്മാരോടൊപ്പമാണ് ഇന്ന് നമ്മുടെ യാത്ര. ചലോ ബെത്ലഹേമിലെ ഈ ആട്ടിടയന്മാർ നമ്മോടൊപ്പം കൂടുകയാണ്. യേശുവിനെ ദർശിച്ച, പുൽക്കൂട് സന്ദർശിച്ച ആദ്യത്തെ സന്ദർശകർ എന്ന് പറയാവുന്നവർ ഈ ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാരുടെ പ്രസക്തി ഇവിടെ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല. ബെത്ലഹേമിൻ്റെ അടുത്തായിട്ട് ബെത്സഹൂർ എന്ന് പറയുന്ന ഗ്രാമം, ആ ഗ്രാമത്തിലുള്ള മനുഷ്യരെല്ലാം ആടുമായിട്ട് ബന്ധപ്പെട്ട് ആട്ടിടയ ജോലി ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട് ദൈവം തമ്പുരാൻ ഈ ആട്ടിടയന്മാരെ ആദ്യ സന്ദർശകരാക്കി മാറ്റി എന്നുള്ളത് പുൽക്കൂടിനെ കുറിച്ച് ചിന്തിക്കുന്നവരുടെ എല്ലാം, പുൽക്കൂട് ധ്യാന വിഷയമാക്കിയവരുടെ എല്ലാം ഒരു ചിന്തയാണ്. എന്തുകൊണ്ട് ഈ അപരിഷ്കൃതരായിട്ടുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ പുറംപോക്കിൽ കിടക്കുന്ന ഈ ആട്ടിടയന്മാരെ എങ്ങനെ യേശുവിൻ്റെ ആദ്യത്തെ സന്ദർശകരായി എന്നുള്ളത്. ആട്ടിടയന്മാർക്കൊത്തിരി പ്രത്യേകതകളുണ്ട്. ആട്ടിടയന്മാർ ഒരു സമയവും അശ്രദ്ധരായിട്ടിരിക്കുന്നവരല്ല എന്നുള്ളതാണ്. അവരുടെ ആട്ടിൻപറ്റങ്ങളിലെ കണ്ണ് അയച്ചുകൊണ്ട് ഓരോ നിമിഷവും തങ്ങളുടെ അജഗണത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവരാണ് ആട്ടിടയന്മാർ. ആ ആട്ടിടയന്മാരെയാണ് ദൈവം തമ്പുരാൻ തൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ആദ്യത്തെ സന്ദർശകരായിട്ട്. പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശരീരഭാഗത്ത് സന്ദേശം ചെറിയൊരു ആട്ടിൻപറ്റമേ, നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല എന്ന് പറയുന്ന സന്ദർഭങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പറയണം, ഇടയ സംസ്കാരത്തിൽ, ഇടയന്മാരെ വളർത്തുന്ന സംസ്കാരത്തിൽ, ഇടയ സൗഹൃദത്തിൽ വിശ്വാസികളെ കൊണ്ടുപോകുന്നതിന് തീർച്ചയായിട്ടും ഈ ഒരു ആട്ടിടയ സംസ്കൃതി നമുക്കുണ്ടാകണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആട്ടിടയന്മാരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ, അവരുടെ ജീവിത സ്വപ്നങ്ങൾ, അവരുടെ ജീവിതക്രമങ്ങൾ, അവരുടെ ജീവിത ശൈലി നമ്മുടെയും ഭാഗമാക്കാൻ നമുക്ക് ഈ പുൽക്കൂടിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ചലോ ബെത്ലഹേം എന്ന പരിപാടിയുടെ ഭാഗമായി തീർന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.